ഓഹരി വിപണിയിൽ ശക്തമായ ഉയർച്ച. ഇന്ത്യയുടെ സ്വകാര്യ മേഖലാ വളർച്ച 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ജിഡിപി പ്രവചനം തിരുത്തി. റിസർവ് ബാങ്ക് ജിഡിപി പ്രതീക്ഷ ഉയർത്തി. കേരളത്തിൽ നിക്ഷേപ ആകർഷണം തുടരുന്നു. ഇന്ത്യയുടെ കയറ്റുമതി 7 ലക്ഷം കോടി രൂപയിലധികം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഓഹരി വിപണിയിൽ ശക്തമായ ഉയർച്ച. ഇന്നലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെൻസെക്സ് ഒരു സഹസ്രാബ്ദത്തിലധികം പോയിന്റുകൾ ഉയർന്ന് 5,02,303 പോയിന്റിലെത്തി. നിഫ്റ്റി 5,306 പോയിന്റിലും ക്ലോസ് ചെയ്തു. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഡീഎസ്കലേഷൻ സൂചനകളും എണ്ണവില $100 താഴെ വീണതും വിപണിയെ ഉണർത്തി. ഇന്ത്യയുടെ സ്വകാര്യ മേഖലാ വളർച്ച 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. മാർച്ച് മാസത്തിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ ആക്ടിവിറ്റി 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. HSBC ഫ്ലാഷ് PMI 56.5 ആയി കുറഞ്ഞു. ആഭ്യന്തര ഡിമാൻഡ് ദുർബലമായതും മിഡിൽ ഈസ്റ്റ് സംഘർഷവും കാരണമായി. മാനുഫാക്ചറിംഗ് 53.8ലും സർവീസസ് 57.2ലുമെത്തി. ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ജിഡിപി പ്രവചനം തിരുത്തി. ഗോൾഡ്മാൻ സാക്സ് 2026 ഇന്ത്യയുടെ ജിഡിപി വളർച്ചാ പ്രവചനം 5.9% കുറച്ചു. ഭൂരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വിതരണ തടസ്സങ്ങളും കാരണമായി. പണപ്പെരുപ്പം 4.6% ഉയരുമെന്നും റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്താൻ ഇടയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. റിസർവ് ബാങ്ക് ജിഡിപി പ്രതീക്ഷ ഉയർത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2025-26 സാമ്പത്തിക വർഷത്തെ ജിഡിപി വളർച്ചാ പ്രതീക്ഷ 7.3% ഉയർത്തി. ആഭ്യന്തര ഡിമാൻഡും താരതമ്യേന കുറഞ്ഞ പണപ്പെരുപ്പവും ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയും ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ നിക്ഷേപ ആകർഷണം തുടരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളം 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഹൈടെക് മാനുഫാക്ചറിംഗ്, ESG മേഖലകളിലേക്ക് സംസ്ഥാനം മാറുന്നതിന് പോളിസികൾ സഹായകമാകുന്നുവെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ കയറ്റുമതി 7 ലക്ഷം കോടി രൂപയിലധികം. സാമ്പത്തിക വർഷം 2025-26 ഇന്ത്യയുടെ കയറ്റുമതി 7,14,000 കോടി രൂപയിലെത്തി. സർക്കാർ വ്യാപാര പ്രോത്സാഹന നടപടികൾ ശക്തമാക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച കഴിഞ്ഞ 10 വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണെന്ന് നീതി ആയോഗ് അംഗം പറഞ്ഞു. ഹെഡ്ലൈൻസ്. ഓഹരി വിപണിയിൽ ശക്തമായ ഉയർച്ച. ഇന്ത്യയുടെ സ്വകാര്യ മേഖലാ വളർച്ച 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ജിഡിപി പ്രവചനം തിരുത്തി. റിസർവ് ബാങ്ക് ജിഡിപി പ്രതീക്ഷ ഉയർത്തി. കേരളത്തിൽ നിക്ഷേപാകർഷണം തുടരുന്നു. ഇന്ത്യയുടെ കയറ്റുമതി 7 ലക്ഷം കോടി രൂപയിലധികം. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.